ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം വ്യാപിക്കുകയാണ്. വിവിധ കത്തോലിക്ക സഭകൾ നേതൃത്വം നൽകുന്ന സംയുക്ത റാലി തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്കാണ് മാർച്ച്. ക്ലീമീസ് കാതോലിക്ക ബാവ, ഫാദർ തോമസ് ജെ നെറ്റോ, ക്രിസ്തുദാസ് എന്നീ പുരോഹിതന്മാർ നയിക്കുന്ന ഒരു പ്രതിഷേധ റാലിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. തലസ്ഥാനത്ത് ആണ് പ്രതിഷേധ മാർച്ച്. വായ മൂടിക്കെട്ടിയുള്ള പ്രതിഷേധമാണ്. റിനു ശ്രീധറുണ്ട്. റിനു, രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധം അത് വലിയൊരു പ്രതിഷേധമായി മാറുന്നു. വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ പ്രതിഷേധം കടുക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ വിഷയത്തിലൊക്കെയുള്ള നിലപാട് വ്യക്തമാക്കുകയാണ്. അത് നേരത്തെ റിനു പറഞ്ഞതുപോലെ ഈ ഒരൊറ്റ വിഷയത്തിൽ എന്നതിനെ നമുക്ക് എന്നതിലേക്ക് ചുരുക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്കുള്ള മാനങ്ങളുള്ള പ്രതിഷേധമായി അല്ലെങ്കിൽ ഒരു നിലപാട് വ്യക്തമാക്കൽ എന്ന തരത്തിൽ തന്നെ നമുക്കിതിനെ കാണാൻ കഴിയില്ലേ? തീർച്ചയായും. കാരണം വർഷങ്ങളായി ഇത്തരത്തിൽ രാജ്യവ്യാപകമായി ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർ ആരോപിക്കുന്നത്. പക്ഷേ മൗനം പാലിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലും മതമേലധ്യക്ഷന്മാർ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുകയും ചെയ്തത്. ഇവർക്കൊരു ആശങ്കയുണ്ട്. കാരണം ഈ രണ്ട് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇനി തുടർന്നും ഇത്തരം പ്രവൃത്തി അല്ലെങ്കിൽ ഇവർക്ക് ഒരുപക്ഷെ പുറത്തിറങ്ങാൻ കഴിയില്ല, എന്തുകൊണ്ടാണ് എന്നുള്ളത് അടക്കമുള്ള ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ പ്രതിഷേധിച്ചു കൊണ്ട് തന്നെയാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഈ ഒരു റാലി ഇവിടേക്ക് കത്തോലിക്ക ഫോറത്തിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് ഒരു മുന്നറിയിപ്പ് എന്നോണം ഇവർ നടത്തുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് സംസ്ഥാനത്തെ ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു തീരുമാനം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസം ഒരു മതമേലധ്യക്ഷൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണ കിരീടവുമായി ഒക്കെ തന്നെ നമ്മളെ വന്നു കണ്ടു, തൃശ്ശൂരിലടക്കം, തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം. പക്ഷെ അവർ ആരും തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം പോലും നടത്തുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇതൊരു മനുഷ്യക്കടത്തല്ല, അല്ലെങ്കിൽ ഇവരെ പുറത്തിറക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതടക്കം പറയുമ്പോഴും എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത്തരം ഒരു പ്രതികരണം വന്നത് എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി ഇവിടെ ഉയർന്ന് നിൽക്കുന്നത്. പ്രധാനമായും ഒരു പ്രത്യേക സംഘത്തെ ഇവർ അയക്കുന്ന ഒരു സാഹചര്യം അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ. പക്ഷേ അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് വിശ്വാസികളടക്കം പങ്കുവയ്ക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഒരു തെളിവുകളുമില്ലാതെ ഇത്തരത്തിൽ രണ്ട് കന്യാസ്ത്രീമാരെ തുറങ്കലിൽ അടച്ചത്? അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും മറ്റ് ക്രൈസ്തവ വിശ്വാസികൾക്കും ഇതേ ഒരു അനുഭവം ഉണ്ടാകില്ലേ എന്നുള്ളതാണ് ഇവർ ആശങ്കയായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഏകദേശം 500-ലധികം വരുന്ന വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ റാലി തന്നെയാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വായ് മൂടിക്കെട്ടി, കറുത്ത റിബൺ ഉപയോഗിച്ച് വായ് മൂടിക്കെട്ടിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ റാലി കടന്നു പോകുന്നത്. നിലവിൽ ഇപ്പോൾ മ്യൂസിയം കോമ്പൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം 20 മിനിറ്റുകൾക്ക് മുമ്പാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഈ ഒരു റാലി ആരംഭിച്ചത്. പ്രതിഷേധ റാലി എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും വിവിധ മതമേലധ്യക്ഷന്മാർ ഈ കേരള കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. പാളയത്ത് നിന്നുള്ള പ്രതിഷേധമാണത്. രാജ്ഭവൻ വരെയാണ് പ്രതിഷേധ മാർച്ച്. ഐക്യദാർഢ്യ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ബിഷപ്പ് ക്രിസ്തുദാസ് എന്നിവരാണ് ഈ പ്രതിഷേധ മാർച്ചിനെ നയിക്കുന്നത്. വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ, മേലധ്യക്ഷന്മാർ അങ്ങനെ ഈ പ്രതിഷേധ മാർച്ചിനെ നയിക്കുകയാണ്. ഈ റാലിയിൽ വൈദികരും ഒപ്പം തന്നെ മറ്റ് അൽമായ സംഘടനകളുടെ പ്രതിനിധികളും വിശ്വാസികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. അന്യായമായി കന്യാസ്ത്രീകളെ തടങ്കലിൽ വച്ചതിന് എതിരായുള്ള പ്രതിഷേധമാണ്. തിരുവനന്തപുരം കാത്തലിക് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ്. മനീഷ് മഹിപാൽ കൂടിയുണ്ട്. മനീഷ്, ഈ രാജ്ഭവനിലേക്ക് മാർച്ച് എത്തിച്ചേരുന്നത് എപ്പോഴാണ്? ഇത് പാളയത്ത് നിന്ന് തുടങ്ങിയ മാർച്ച് 4 മണിക്ക്, കൃത്യം 4 മണിക്ക് തന്നെ മാർച്ച് തുടങ്ങി. രാജ്ഭവനിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? വളരെ സമാധാനപരമായൊരു പ്രതിഷേധമാണല്ലോ ഇവർ നടത്തുന്നത്.